ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആസന്നമാകുന്ന ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിലെ വികാരിയച്ഛൻ ആ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ദൈവാലയത്തിനകത്ത് അൾത്താരയിൽ ലൈവ് ക്രിസ്തുമസ് ക്രിബ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അത് വളരെ പ്രചാരത്തിലുള്ളൊരു കാര്യമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയ്ക്ക് പ്രചാരത്തിലുള്ള ഒരു കാര്യമല്ല. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദറിനോട് വികാരിയച്ഛൻ പറഞ്ഞു, ആശ്രമത്തിൽ ചെന്നിട്ട് അവിടുത്തെ സുപ്പീരിയർ അച്ഛനോട് 2 ആടുകളെ അച്ഛൻ ചോദിച്ചു എന്ന് പറയാം. ഒരു ആട്ടിൻകുട്ടിയും ഒരു വലിയ ആട്. ബ്രദർ അവിടെ ചെന്നു, സുപ്പീരിയർ അച്ഛനെ കണ്ടു, 2 ആടുകളെ വേണമെന്ന് പറഞ്ഞു. വികാരിയച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. സുപ്പീരിയർ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടെ ആടുകളെ കൊടുക്കുകയാണ്. അതിനിടയിൽ ഇടവകയിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അച്ഛൻ ചോദിച്ചറിയുന്നുണ്ട്. ഈ 2 ആടുകളെയും ഈ ബ്രദറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ വികാരിയച്ഛനോട് പറയാൻ വേണ്ടി ഈ സുപ്പീരിയർ അച്ഛൻ ഈ ബ്രദറിൻ്റെ പക്കൽ ഒരു കാര്യം പറഞ്ഞു വിടുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അതിപ്രകാരമാണ്: തൊഴുത്തിനെ അൾത്താരയാക്കിയവൻ്റെ ജന്മദിന ആഘോഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അത് മനോഹരമാക്കാൻ പരിശ്രമിക്കുമ്പോൾ അൾത്താരയെ തൊഴുത്താക്കരുതെന്ന് വികാരിയച്ഛനോട് പ്രത്യേകം പറയണം കേട്ടോ. ഇതിലും മഹത്തരമായ ഒരു ക്രിസ്തുമസ് സന്ദേശമില്ല എന്നുള്ളതാണ്. തൊഴുത്തിനെ അൾത്താരയാക്കിയവൻ്റെ ജനനം, അതാണ് ക്രിസ്തുമസ്. ആ ജനനം ആഘോഷിക്കുമ്പോൾ നാം പലപ്പോഴും അൾത്താരകളെ തൊഴുത്താക്കി മാറ്റുന്നില്ല. ദേവാലയത്തിലെ അൾത്താരയിലേക്ക് ആടുമാടുകളെ കയറ്റുക എന്നല്ല അച്ഛൻ അവിടെ ഉദ്ദേശിച്ചത്. മറിച്ച് തൊഴുത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ആഘോഷങ്ങൾ തരം താഴരുതെന്ന് ഓർമ്മപ്പെടുത്തുക. തൊഴുത്ത് എന്ന് പറയുമ്പോൾ അധികം പ്രകാശമില്ലാത്ത, ദുർഗന്ധം വമിക്കുന്ന, അഴുക്ക് നിറഞ്ഞ ഒരിടം. അൾത്താരയോ ഇതിൽ നിന്നൊക്കെ നേരെ വിപരീതമായി കുന്തുരുക്കത്തിൻ്റെ സുഗന്ധവും മെഴുകുതിരികളുടെ വെട്ടവും വൃത്തിയൊക്കെയുള്ള സുന്ദരമായ ഒരു സ്ഥലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് പരിശോധിക്കുക. ഞാൻ തൊഴുത്ത് പണിയുന്നവനാണോ അതോ അൾത്താര പണിയുന്നവനാണോ? ഉണ്ണിയേശു നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നൊരു കാര്യമാണ്: മോനെ, മോളെ, തൊഴുത്ത് പണിയുന്നവരാകാതെ അൾത്താര പണിയുന്നവരാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ശരിക്കും തൊഴുത്താണോ പണിയുന്നത്, അൾത്താരയാണോ? അത് മനസ്സിലാക്കാനുള്ളൊരു എളുപ്പ വഴിയെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒന്ന് മനസ്സിലോർക്കുക. പരിചയമുള്ള ആളായിരിക്കും. ആ ആളെ ഓർക്കുമ്പോൾ ആളുടെ കുറ്റം, കുറവ് ആണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഉറപ്പിച്ചോ, ഞാൻ തൊഴുത്ത് പണിയുന്നവൻ. ഒരാളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആളുടെ നന്മയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നതെങ്കിൽ, ഉറപ്പിച്ചോ, ഞാൻ അൾത്താര പണിയുന്ന. ഒപ്പം ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നിനക്ക് അൾത്താര പണിയാൻ പറ്റണമെങ്കിൽ നീ നിന്നെ തന്നെ ന്യായീകരിക്കുന്നത് അവസാനിപ്പിക്കുക. അംഗീകരിക്കുക നിൻ്റെ കുറവുകൾ. തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയുക. മറ്റുള്ളവരുടെ മുമ്പിലും സമ്മതിക്കുക. ന്യായീകരണ തൊഴിലാളിയാകാതെ ജീവിക്കാൻ സാധിച്ചാൽ നീ അൾത്താര പണിയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഈ ശരീരത്തിലും, ഈ ശരീരം വസിക്കുന്ന വീട്ടിലും, ഈ ശരീരം കടന്നു ചെല്ലുന്ന മേഖലകളിലൊക്കെ അൾത്താര പണിയുന്നവരായിട്ട് നമുക്ക് മാറാം. ദൈവം അതിന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു.